ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും എന്നോട് കമന്റ് വഴി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വെരിക്കോസിസ് വെയിറ്റ് മാറ്റിയെടുക്കാൻ പറ്റിയ എക്സസൈസുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ വഴി നിങ്ങൾക്ക് വെരിക്കോസിസ് വെയിൻ എന്ന് പറയുന്ന പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. പല ആൾക്കാരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കാലുകളിലെ ഈ രക്തക്കുള്ളുകളൊക്കെ ഇങ്ങനെ വീർത്ത് ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്നത്. പലർക്കും അതുമൂലം വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ന് കാണിച്ചു തരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ്. ഞാൻ പറയുന്ന കണക്ക് ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വ്യായാമം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയറിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങൾ എൻ്റെ കാലുകളിലോട്ട് നോക്കിക്കൊള്ളുക. ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങളുടെ ഒരു കാല് ഇതേ കണക്ക് ഫിംഗർ താഴെ ഇതേപോലെ കുത്തിക്കൊണ്ട് ഈ ഉപ്പൂറ്റി ഭാഗം മുകളിലോട്ട് പതുക്കെ ഉയർത്തുക. ഓക്കെ, ഇതേപോലെ 1. അതിനുശേഷം അടുത്ത കാല് ഇതേ കണക്ക് ഉയർത്തുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 4, 5, 6, 7, 8, 9, 10, 1, 2, 3, 4, 5. ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിതാ ഇങ്ങനെ 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 ഈ ഒരു രീതിയിൽ ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ഇതേപോലെ ഒന്ന് ഉയർത്തി ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഹോൾഡ്. സാവധാനത്തിൽ ആ ഒരു മസിൽസിന്, നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിന് നല്ല രീതിയിൽ പ്രഷർ ഉണ്ടാകുന്ന രീതിയിൽ വേണം നമ്മൾ ഈ എക്സസൈസ് ചെയ്യാൻ. പലരും ഇത് വളരെ ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും തന്നെ കിട്ടില്ല. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റ്സുകളായിരിക്കണം. അപ്പം ഇത് ചെയ്തതിന് ശേഷം നിങ്ങളൊരു 20-25 റെപ്പിറ്റേഷൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിനുശേഷം എന്ന് പറയുന്നത് രണ്ട് കാലുകളും ഒരേ കണക്ക് ഇതേ കണക്ക് ഉയർത്തുക. 1, 2, 3, 4. ഞാൻ വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഫാസ്റ്റായിട്ട് ചെയ്യരുത്. ഫാസ്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തിന് യാതൊരുവിധ പ്രയോജനവും ലഭിക്കുന്നതല്ല. ഇത് വെരിക്കോസിസ് വെയിൻ മാറ്റിയെടുക്കാൻ നല്ല ഒരു എക്സസൈസ് ആണ്. നിങ്ങൾക്കിത് വീട്ടിൽ ധൈര്യമായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത്, നിങ്ങൾ കാലുകൾ ഇതേ കണക്ക് ഒരല്പം മുമ്പോട്ട് കയറ്റി വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഈ ഉപ്പൂറ്റി ഭാഗം താഴെ മുട്ടിച്ചുകൊണ്ട് നിങ്ങളുടെ വിരലിന്റെ ഭാഗം ഇതേ കണക്ക് മുകളിലോട്ട് ഉയർത്തുക. കണ്ടല്ലോ, ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ കാലിലും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ചെയ്യാവുന്നതാണ്. 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഭാഗത്തേക്ക് നല്ല ഒരു ബ്ലഡ് സർക്കുലേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഫാസ്റ്റ് ആയിട്ട് ചെയ്യരുത്. ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ പറയുന്ന സമയത്ത് ഇതേ കണക്കൊക്കെ ഇട്ട് ചെയ്യുന്ന കാണാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ഇതേപോലെ ഒരു കാല് ഇതേ കണക്ക് ഉയർത്തി ഒന്ന് ഹോൾഡ് ചെയ്ത് സാവധാനത്തിൽ 3, 4, 5, 6, 7 ഇങ്ങനെ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളൊരു 20-25 റെപ്പിറ്റേഷൻ ഒക്കെ അങ്ങനെ ചെയ്തതിന് ശേഷം രണ്ട് കാലുകളും ഒരേ കണക്ക് 1, 2, 3, 4, 5, 6. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നല്ല ഒരു പെയിൻ ആയിരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ അത് കണ്ടുകൊണ്ട് നിങ്ങളുടെ രക്തക്കുള്ളുകൾ പൊട്ടിപ്പോകുമെന്നും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്നോ നിങ്ങൾ ഭയക്കണ്ട. നിങ്ങളുടെ ആ ഒരു മസിൽസുകളൊക്കെ സ്ട്രോങ് ആവുന്നതുകൊണ്ടാണ് അവിടെ ആ ഒരു പെയിൻ അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് ഒരു 2 ആഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം നിങ്ങൾക്ക് കണ്ടുതുടങ്ങുന്നതായിരിക്കും. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ എക്സസൈസ്.
അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചെയറിൽ ഇരുന്നതിന് ശേഷം ഒരു ടീപ്പോയിലോ അല്ലെങ്കിൽ വേറൊരു കസേരയിലോ നിങ്ങൾക്ക് ഇതേ കണക്കൊരു തലയണ വെക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് ഉയർത്തി മുകളിലോട്ട് വെക്കുക. ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക് ഉയർത്തി മുകളിലോട്ട് വെക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് മുകളിലോട്ട് ഉയർത്താവുന്നതാണ് കാല്. ഓക്കെ, ഇതേ കണക്ക് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. സാവധാനം താഴോട്ട്. 1 2 3 4 5 6. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കാല് നിങ്ങൾക്ക് താഴെ വെച്ചതിന് ശേഷം സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇതേപോലെ 1 2 3 4 5 ഇതേപോലെ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കാലിൽ ഒരു 20-25 റെപ്പറ്റേഷൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അടുത്ത കാലിലും ആവർത്തിക്കുക. നല്ല ഒരു വ്യായാമമാണിത്. നിങ്ങളുടെ ഈ ഒരു ഭാഗത്തോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പം ഒരു തലയണ മുകളിലോട്ട് കാല് വെച്ചിട്ട് വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണിത്. അപ്പൊ നിങ്ങൾ ഈ ഒരു വ്യായാമം ഫോളോ ചെയ്യുക. ഇനി ഞാൻ ഒരു എക്സസൈസ് കൂടെ കാണിച്ചു തരാം. വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്ക് ഒരു ചെയർ എടുത്ത് നിങ്ങൾക്ക് ആ ചെയറിൽ ഇതേ കണക്ക് ചാരി ഇരിക്കാം. ഇതേപോലെ നമ്മൾ റിലാക്സ് ചെയ്യത്തില്ല, അതേ കണക്ക് നിങ്ങൾക്ക് ചാരി ഇരിക്കാവുന്നതാണ്. കാല് ഇതേ കണക്ക് മുകളിലോട്ട് ഒന്ന് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഒന്ന് മുകളിലോട്ട് ഉയർത്തുക. ഇതേപോലെ. ഓക്കെ, ഈ ഒരു പൊസിഷനിലായിരിക്കണം കാലുകൾ. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. 1 2 ഒരുപാട് മുകളിലോട്ട് ഉയർത്തരുത്, നിങ്ങളുടെ നടുവിന് വേദന ഉണ്ടാക്കും. 3 4 5 6 7. ഇതേ കണക്ക് ഒരു 10 റെപ്പിറ്റേഷൻ ചെയ്യുക. അതിനുശേഷം അടുത്ത കാലിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 1 2 3. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. 4 5 6. ഇത് നിങ്ങൾക്ക് കിടന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടന്നുകൊണ്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പം അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ ഇങ്ങനെ കിടക്കാം. നിങ്ങളുടെ ഒരു കാല് ഇതേ കണക്ക് വെക്കുക. ഓക്കെ, ഒരു കാല് നിങ്ങൾക്ക് ഇതേ കണക്ക് തന്നെ ഉറപ്പിച്ച് വെക്കാം. അതിനുശേഷം 1. ഇത് നിങ്ങൾക്ക് കുറെ കൂടി എഫക്റ്റീവ് ആണ്. മറ്റേന്ന് വെച്ചാൽ നമുക്ക് ലെഗ് അധികം ഉയർത്താൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ലെഗ് ആ ഒരു ബ്ലഡ് സപ്ലൈ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണിത്. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 4 5. അപ്പം നിങ്ങളിത് ഇങ്ങനെ പടപടാന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. മുകളിൽ നമ്മൾ കാല് കൊണ്ടുവന്നിട്ട് ഓക്കെ ഇതേ കണക്ക് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ താഴോട്ട് കൊണ്ടുപോവുക. 1 2. ഇത് നിങ്ങൾ രാവിലെ ആ ഒരു നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേക്കുന്ന ആ ഒരു സമയത്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ചില ആൾക്കാർക്ക് കസേരയ്ക്കകത്ത് ഇരുന്ന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു എക്സസൈസ്. അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ഇതേപോലെ. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസുകൾ. അപ്പൊ ഞാൻ വിശദമായിട്ട് എല്ലാം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.